അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലത്തേക്ക് ദോശയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മസാലയുടെ റെസിപ്പി പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇതുപോലെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും പിന്നെ ഒരു കഷ്ണം ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് ചട്നി സാമ്പാറും തന്നെയാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറി വെക്കാൻ മടിയുള്ള ദിവസം ഒരിക്കലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് മസാല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കും. പച്ചക്കറിയൊക്കെ അവിടുന്ന് വേവുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെ മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് ഒന്ന് ഇതുപോലെ കഴുകിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉഴുന്നൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അല്പം കറിവേപ്പിലയും ഉള്ളി വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി വേഗത്തിലൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് തൊടുമ്പം തന്നെ ഉടഞ്ഞ് വരും. പക്ഷേ നമുക്ക് ബീട്രൂട്ടാണ് കുറച്ച് കട്ടിയായിട്ട് കിട്ടുക. പക്ഷെ അത് നമ്മൾ വഴറ്റുന്ന സമയത്ത് നമുക്കത് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉള്ളി ഏകദേശം നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്കിതിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഗ്രേവി ആയിട്ടുള്ളൊരു മസാല നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് കൊണ്ടും ആരോഗ്യപരമായിട്ടും കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു മസാലയാണ്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് അല്പം മല്ലിയില കൂടി മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു മസാല റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ദോശമാവൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മസാല ദോശ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ നൈസാക്കി പരത്തിയിട്ട് നല്ല മുരിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ തന്നെ നല്ല രുചിയായിരിക്കും. അപ്പോൾ അങ്ങനെ നല്ലൊരു മുരിച്ചെടുത്ത ദോശയിൽ ഇതുപോലെ പകുതി ഭാഗത്തായിട്ട് അല്പം മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകൾ ഭാഗത്ത് നിന്ന് മടക്കി കൊടുത്താൽ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ദോശ കൈ പിടിച്ച് മടക്കി ഒരു സാൻഡ്വിച്ച് കഴിക്കുന്നത് പോലെ നമുക്ക് വേഗം കഴിച്ച് തീർക്കാം. ബാക്കിയുള്ള ദോശ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് സ്റ്റേ ട്യൂൺഡ് ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.